സുഹൃത്തുക്കളെ, രണ്ട് മൂന്ന് പേരെക്കുറിച്ച്, മൂന്ന് മന്ത്രിമാരെക്കുറിച്ച് പറയാനാണ്. അവരിൽ ഞാൻ കണ്ട സവിശേഷതകൾ, ഗുണങ്ങൾ എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഒന്ന് മന്ത്രി ഷിബു ബേബി ജോൺ, മറ്റൊന്ന് KO ജനീഷ്, മറ്റൊന്ന് M ലിച്ചു. അതിലാദ്യം ഷിബു ബേബി ജോണിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഷിബു ബേബി ജോണിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ CPMൻ്റെ മുതിർന്ന നേതാവ് ഇടുക്കിയിലെ മണിയാശാൻ, പിന്നെ ഒരുത്തനെ ചവിട്ടിക്കൊന്നു, ഒരുത്തനെ കുത്തിക്കൊന്നു, ഒരുത്തനെ വെടിവെച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞ അതേ മണിയാശാൻ, അവളുമാർക്ക് അവിടെ മറ്റേ പണിയാണ് എന്ന് പെമ്പിളെ ഒരുമയെക്കുറിച്ച് പറഞ്ഞ അതേ മണിയാശാൻ. പുള്ളിക്ക് മറ്റേ പണി മാത്രമേ അറിയുള്ളൂ. കാരണം പുള്ളി പണ്ട് രാജാക്കാട് ലോക്കൽ സെക്രട്ടറി ആയിരുന്നപ്പോഴാണെന്നാണ് തോന്നുന്നത്. പഴയകാല സഖാക്കൾ കേട്ടിട്ടുള്ള സംഭവമുണ്ട്. അന്ന് അങ്ങനെ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞ് പോയിട്ട് ഒരു സ്ത്രീയുടെ ഭർത്താവിൻ്റെ അടുത്ത് നല്ലപോലെ അടി കിട്ടിയ, ഭർത്താവിൻ്റെ അല്ല, അയൽവക്കക്കാരുടെ അടുത്ത് നിന്ന്, അവിടുത്തെ ഒരു എന്താ പറയുക, ഈ പാടി പോലെയാണല്ലോ ഗ്രാമങ്ങൾ ഉണ്ടാവുക, അപ്പോൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ താഴ്വരയിൽ അവിടെ നിന്ന് അങ്ങനെ അടി കിട്ടിയതാണ്. അപ്പോൾ പുള്ളിക്ക് മറ്റേ പണി മാത്രമേ അറിയുള്ളൂ. പക്ഷേ പുള്ളി വേണ്ടാത്ത വർത്താനം ഷിബു ബേബി ജോണിനെ കുറിച്ച് പറഞ്ഞിട്ട് പോലും എനിക്കാണെങ്കിൽ ക്ഷമ ഉണ്ടാവില്ല. ഞാൻ അതിനേക്കാൾ രൂക്ഷമായിട്ട് തിരിച്ച് പ്രതികരിക്കും. ഷിബു ബേബി ജോൺ വളരെ മനോഹരമായിട്ടത് ഹാൻഡിൽ ചെയ്തു. ഷിബു ബേബി ജോൺ പറഞ്ഞ് അദ്ദേഹത്തിന് അത്ര പ്രായമുണ്ട്, അദ്ദേഹത്തോട് നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ആരാ മന്ത്രി എന്ന് പോലും അറിയില്ല. നിങ്ങൾ വീണ്ടും ചോദിച്ചപ്പോൾ പുള്ളി തന്നെ ചോദിക്കുന്നു ആരാ മന്ത്രി എന്ന്. അപ്പോൾ ഷിബു ബേബി ജോൺ അവൻ കടാപ്പുറത്ത് കിടക്കുന്നവനല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ, അത്രയും വിവരമുള്ളൂ എന്നുള്ള രീതിയിൽ. സത്യത്തിൽ കടപ്പുറത്ത് ഉള്ളവരെ, മുക്കുവന്മാരെ, മത്സ്യത്തൊഴിലാളികളെ അപമാനിക്കുന്ന വാക്കാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. UDFൻ്റെ ഈ ചരിത്ര വിജയത്തിലൊക്കെ UDF ശരിക്കും പറഞ്ഞാൽ മണിയാശാനോട് കടപ്പെട്ടിട്ടുണ്ട്. കാരണം മണിയാശാൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് പെൻഷൻ കൊടുത്തു, അവർക്ക് അരി കൊടുത്തു, എന്നിട്ട് നന്ദിയില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. പക്ഷേ ഷിബു ബേബി ജോൺ പറഞ്ഞത് നിങ്ങൾ അദ്ദേഹത്തോട് അങ്ങനെ ചോദിക്കാൻ പാടുണ്ട്, അത്രയും പ്രായമുള്ള മനുഷ്യനല്ല, അദ്ദേഹത്തിന് ആരാ മന്ത്രി എന്ന് പോലും ഓർമ്മയില്ല, അങ്ങനെയുള്ള തലയ്ക്ക് വെളിവില്ലാത്ത ആളോട് എന്തിനാണ് നിങ്ങളിങ്ങനെ പോയിട്ട് ചോദിച്ചതെന്നുള്ളതാണ്, നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് എന്നാണ് പറഞ്ഞത്. മണിയാശാനെതിരെ ഒരു വാക്ക് പോലും ഷിബു ബേബി ജോൺ പറഞ്ഞില്ല. ഷിബു ബേബി ജോണിൻ്റെ മാന്യതയായിട്ട് ഞാൻ കാണുന്നു. എങ്ങനെ മനോഹരമായി മാധ്യമങ്ങളെ ഡീൽ ചെയ്തു, ഒരക്ഷരം പോലും പറയാതെ. എന്നാൽ മണിയാശാൻ ഇനി ഒരക്ഷരം പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അയാളെ നിഷ്പ്രഭനാക്കുന്ന രീതിയിലേക്ക് പറഞ്ഞു. മണിയാശാനോടും G സുധാകരനോടും അല്ലെങ്കിൽ ഈ നമ്മുടെ മറ്റേ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സ്ഥിതി? അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആരാ റഷ്യൻ പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോർബച്ചോവ് എന്ന് പറയുവാണെങ്കിൽ, അമേരിക്കൻ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എബ്രഹാം ലിങ്കൺ ആണെന്ന് പറയും. ഈ അവസ്ഥയിലാണ് നിൽക്കണേ. ഹർകിഷൻ സിംഗ് സുർജിത്ത് മരിച്ചത് പോലും ചിലപ്പോൾ അവർക്ക് ഓർമ്മയുണ്ടാവില്ല. മാധ്യമങ്ങൾക്കും ചില കുഴപ്പങ്ങളുണ്ട്. EP ജയരാജൻ അറിയാം, നമുക്ക് ശാരീരികമായിട്ട് അസ്വാസ്ഥ്യങ്ങളുള്ള ആളാണ്, അദ്ദേഹത്തിന് ഉറങ്ങാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്, പണ്ട് വെടിയേറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള. അദ്ദേഹം പാതിരാത്രിയിൽ കിടന്നുറങ്ങുന്ന നേരത്ത് ബോക്സർ മുഹമ്മദ് അലി മരിച്ചപ്പം മുഹമ്മദ് അലി മരിച്ചു, അതിലെന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് സ്പോർട്സ് വകുപ്പും കൂടി അദ്ദേഹം കൈകാര്യം ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞാൽ മയമാലി അല്ലേ, മുഹമ്മദ് എന്ന് കേട്ടപ്പോൾ പുള്ളി നേരെ മലപ്പുറത്തേക്ക് ഏതോ മയമാലി, അവിടെയുള്ള ഏതോ മുഹമ്മദി എന്ന് എഴുതി. സെവൻസ് ഫുട്ബോൾ കളിക്കുന്നത് മുഹമ്മദി അല്ലേ, മുഹമ്മദി ഞാനും പണ്ട് ഞാൻ മയമാലിൻ്റെ പന്തളി കുറേ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞു. ഏതോ ഉറക്കപ്പിച്ചേരാ ചോദിക്കുന്നതേ. ആ സമയത്ത് ചോദിക്കാതിരിക്കാനുള്ള ഔചിത്യബോധം ഇവർ കാണിക്കണം. പിന്നെ ആ പാവത്തിനോട് ആര് കപ്പ് കൊണ്ടുപോകുന്നു ചോദിച്ചപ്പോൾ മേഴ്സി എന്ന് പറഞ്ഞ്, അത് സാധാരണഗതിയിൽ ഒരു മാധ്യമ എത്തിക്സ് വെച്ചിട്ട് അത് ചെയ്യാതിരിക്കണം. കാരണം സീരിയസ് ആയിട്ട് ചോദിച്ചു ആ മനുഷ്യനെ അവരുടെ മുമ്പിൽ അവർ പറഞ്ഞ പോലെ പന്തൊക്കെ തട്ടിക്കളിച്ചങ്ങൾ നിന്നപ്പോൾ അത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്കകത്ത് ആളുകളെ ട്രോളാനുള്ള മെറ്റീരിയലാക്കി മാറ്റുന്ന സാധനങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്താതിരിക്കുക എന്നത്. കാരണം അവർ നമ്മളോട് സഹകരിച്ചവരാണെങ്കിൽ, അല്ലാതെ അവരുടെ നിന്ന് വേറെ എവിടെയും വീണതാണെന്നുണ്ടെങ്കിൽ എടുത്ത് ഉപയോഗിക്കുക. ഞാനൊക്കെ പലപ്പോഴും പല ഇൻ്റർവ്യൂവിലും പലരുടെയും വായിന്ന് വന്നിട്ടുള്ള പല വാക്കുകളും രണ്ടാമതേയും കേട്ടിട്ട് അവരോട് വീണ്ടും ചോദിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്, അത് ഇടണോ വേണ്ടതെന്ന് പറയുമ്പോൾ അവർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് മേജർ രവിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രയോഗം ഒഴിവാക്കാൻ. K സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രയോഗം അത് ഒഴിവാക്കാൻ. കാരണം എനിക്ക് തോന്നി അത് ശരിയല്ല എന്നുള്ളത്. സംസാരിച്ച് പോകുമ്പോൾ പറ്റിപ്പോകുന്നതാണ് അത്. രണ്ടാമത് അവരെ ഓർമ്മപ്പോലും ഉണ്ടാവില്ല, അപ്പോൾ അത് പറഞ്ഞു പോയ ഒഴുക്കിൽ പറ്റിപ്പോകുന്നതാണ്. പക്ഷെ അത് അതേപടി ഇടാതിരിക്കുക എന്നുള്ളത് സാമാന്യ മര്യാദയാണ്. ഇനി ലിജുവിലേക്ക് വരാം. ഷിബു ലിജുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ലിജു കഴിഞ്ഞ ദിവസം ലിജു എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരു മന്ത്രിയുടെ ജാടയൊന്നും ഇല്ലാതെ നിൽക്കുന്ന
ഇപ്പം മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെയാണ് ഇപ്പോഴും എന്നുള്ള ഇപ്പം തിരക്കിലാണ് ഈ എക്സൈസ് പോളിസിയുടെയും അതേപോലെ സഹകരണ മേഖലയിലെ നയങ്ങളും ഒക്കെ രൂപീകരിക്കുന്നതിൻ്റെ തിരക്കിലാണ് പുള്ളി. രാത്രി 10 മണി വരെയൊക്കെ മീറ്റിങ്ങുകളാണ്, 10-10:30 വരെയൊക്കെ യോഗങ്ങളാണ്. ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത് 10 മണി കഴിഞ്ഞിട്ടൊക്കെയാണ്. ലിജു പിന്നെ കഴിഞ്ഞ ദിവസം ഒരു യാത്രയ്ക്കിടയിൽ റോഡരികിൽ പിന്നെ അപകടം പറ്റി ബൈക്ക് യാത്രികരായിട്ടുള്ള പയ്യന്മാർ കിടന്നപ്പോൾ അവരെ എടുത്ത് കൊണ്ടുവന്നു. അതൊക്കെ സ്വാഭാവികമായിട്ടും ഇതിനു മുമ്പ് പല മന്ത്രിമാർ ചെയ്തിട്ടുണ്ട്. അവരെടുത്ത് തൊട്ടടുത്തുള്ള ബസ് ഷെൽട്ടറിൽ കൊണ്ടുവന്നു, പിന്നെ പോലീസിനെ വിളിച്ചിട്ട് അവർ ആശുപത്രി കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യുന്നൊക്കെ ചെയ്യുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ രീതിയുണ്ട്. മന്ത്രി വരുമ്പം മന്ത്രിക്ക് കുട പിടിച്ചിങ്ങനെ നടക്കും, വെയിലാണെങ്കിലും മഴയാണെങ്കിലും ആൾക്കാർ. ഇത് കുട പിടിക്കുന്ന ആൾ ചിലപ്പോൾ മന്ത്രിയേക്കാൾ പ്രായമുള്ള ആളായിരിക്കും. അയാൾ മഴ നനഞ്ഞിട്ടാണ് ഇയാൾക്ക് പിടിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അയാൾ വെയിൽ കൊണ്ടിട്ടാണ് ഇയാൾക്ക് പിടിച്ചു കൊടുക്കുന്നത്. ജി സുധാകരനൊക്കെ തമ്പ്രാങ്കളി നല്ലപോലെ ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ പല നേതാക്കന്മാരും, പല പാർട്ടിയുടെയും പല നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അവരതിങ്ങനെ ആസ്വദിക്കുകയാണ്. പക്ഷേ ലിജു എന്ത് ചെയ്തെന്ന് വെച്ചാൽ ലിജുവിൻ്റെ കൂടെ ഈ പയ്യന് ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ഒരു പ്രായം ചെന്നൊരു അപ്പച്ചൻ പോകുന്നുണ്ട്. പുള്ളിയുടെ കൂടെ കെട്ടിപ്പിടിച്ച് പുള്ളിയുടെ കുടയുടെ കീഴിൽ ഒരുമിച്ച് രണ്ടുപേരും കൂടി പോയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് കയറുന്നു ലിജു. അവിടെ ഒരു മന്ത്രി എന്നുള്ള രീതിയിലേ അല്ല ലിജു ഇടപെട്ടത്, ഒരു മനുഷ്യനായിട്ട് ഇടപെട്ടത്. അവിടെയാണ് നമ്മൾ വേണ്ടത്. നമ്മളെ മുമ്പിൽ പിന്നെ ഇപ്പോൾ നമ്മൾ ഇടപെടേണ്ട ചില സ്ഥലത്ത് നമ്മൾ അത് പ്രഹസനമായിട്ട് ചെയ്തൊന്നുമല്ല, റീൽസ് എടുക്കാൻ വേണ്ടി ചെയ്തതുമല്ല, ആരോ എടുത്ത മൊബൈലെടുത്താണ്, ലിജുവിൻ്റെ കൂടെയുള്ള ടീം എടുത്തതല്ല. അപ്പോൾ മന്ത്രി ലിജുവിൻ്റെ ആരും ഇടപെടൽ വല്ലാതെ ഹൃദയത്തിൽ തട്ടി എനിക്ക്. ഞാനത് അദ്ദേഹത്തോട് തന്നെ ഞാനത് സൂചിപ്പിച്ചു. കാരണം എനിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. അത് മൂന്നാമത്തെ എന്തെന്ന് പറഞ്ഞാൽ മന്ത്രി OJ ജനീഷ് പറയുമ്പോൾ, ജനീഷ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വരുന്ന സമയത്ത് ഞാൻ എതിർത്തിട്ടുണ്ട്, അദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ജില്ലാ പ്രസിഡൻ്റ് ആകുമ്പോഴുള്ള ചില പഴയ പ്രശ്നങ്ങൾ ഞാൻ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട്, ഒക്കെയുണ്ട്. കാരണം അത് ഒരു ലോബിയുടെ ഭാഗമായി വന്നിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ വന്നതിന് ശേഷം ആ കെട്ടുപാടുകൾ ജനീഷ് പൊട്ടിച്ചു, ആ കയറക്കം പൊളിച്ചു കളഞ്ഞു ജനീഷ്. കാരണം ജനീഷിന് മനസ്സിലായി, ജനീഷിനെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ പരിപാടി എന്നുള്ളത് മനസ്സിലായപ്പോൾ ജനീഷ് പ്രസിഡൻ്റ് ആയതിനു ശേഷം ജനീഷിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. ജനീഷ് വളരെ നിഷ്പക്ഷമായി, വളരെ പിന്നെ ആത്മാർത്ഥമായി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം OJ ജനീഷ് ഈ മന്ത്രിസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ കൂടിയാണ്. ആദ്യമായിട്ട് MLA ആയതാണെങ്കിലും അത് ലിജു ആദ്യമായിട്ട് MLA ആയതാണ്. പിന്നെ ഷിബു ജോൺ മുമ്പും MLA മന്ത്രിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം പിന്നെ ജനീഷ് സാധാരണഗതിയിൽ നമ്മളുടെ മന്ത്രിമാരൊക്കെ വരുന്ന വേദിയിൽ മന്ത്രിമാർക്ക് സിംഹാസനം പോലെയുള്ള കസേര ഒരുക്കി കൊടുക്കും. എന്നിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ വേറെ ടൈപ്പുള്ള കസേര. ഒന്നുകിൽ സ്റ്റേജിൽ ഫൈബർ കസേര ഇടണമെന്ന് വെച്ചാൽ എല്ലാവർക്കും ഫൈബർ കസേര, മന്ത്രിക്ക് മാത്രം പിന്നെ അതിനൊരു പ്രത്യേക പരവതാനിയൊക്കെ വിരിച്ച്, എന്താ പരവതാനി ഇല്ലല്ലോ എന്ന് അറിയാം, എന്തോ കുന്തെങ്കിലും ആവട്ടെ, അതൊക്കെ വിരിച്ച് വലിയ സംഭവമായിട്ട് ആർഭാടമായിട്ട് വെക്കും വിശിഷ്ടാതിഥികൾക്ക്. അല്ലാത്തവരൊന്നും വെറും അതിഥി. അങ്ങനെയാണ്. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും സമന്മാരാണ്. നമ്മളെ നാട്ടിലെ കുള്ളൻ തെങ്ങ് കണ്ടുപിടിച്ചിട്ടുള്ള പിന്നെ തെങ്ങ് ഗവേഷണത്തിൽ വൈദഗ്ധ്യമുള്ള ശാസ്ത്രജ്ഞന് തെങ്ങിൽ കയറാൻ അറിയില്ല. അയാൾക്ക് മെഷീൻ വെച്ചിട്ട് പോലും കയറിയാൽ തലയിറങ്ങി താഴത്തേക്ക് വീഴും. അല്ലെങ്കിൽ പിന്നെ മത്സ്യ ഗവേഷണം നടത്തുന്ന അതിൽ ഏറ്റവും വലിയ പുതിയ ബ്രീഡുകൾ കണ്ടെത്തിയിട്ടുള്ള അയാൾക്ക് ചിലപ്പോൾ നീന്താൻ അറിയില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും തുല്യരാണ്. ജനീഷ് വന്നിട്ട് പറഞ്ഞു അതെടുത്ത് മാറ്റാൻ പറഞ്ഞു. എല്ലാവർക്കും ഒരേപോലെയുള്ള കസേരയാക്കാൻ പറഞ്ഞു ജനീഷ്. ഒരു നിർദ്ദേശം കൊടുത്തു, ഒരു സമത്വത്തിൻ്റെ, സമഭാവനയുടെ, ഞാനും നിങ്ങളും തുല്യരാണ് എന്ന തിരിച്ചറിവിൻ്റെ. ഞാൻ നിങ്ങളുടെ പിന്നെ രാജാവല്ല, മറിച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ സേവകനാണ്. അപ്പോൾ അതാണ് പൊതുസേവകൻ എന്നാണ് പറയുന്നത്. ഈ സല്യൂട്ടൊക്കെ അടിക്കുന്ന സിസ്റ്റം തന്നെ എടുത്ത് കളയണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തായിരുന്നാലും മന്ത്രിമാരായിട്ടുള്ള ഷിബു ബേബി ജോൺ, പിന്നെ OJ ജനീഷ്, ലിജു, ഈ 3 പേരും കാണിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ മഹാമാതൃകകളാണ്. മറ്റുള്ളവർക്കും മാതൃകയാക്കേണ്ടുന്നതാണ്. ഈ ദന്തഗോപുരങ്ങളിൽ ഇരിക്കുന്നതല്ല ചിന്തിക്കേണ്ടത്. നിലത്തിറങ്ങി മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ചിന്തിക്കാൻ ഇതുപോലെ മറ്റുള്ളവർക്കും കഴിയട്ടെ, അങ്ങനെ പെരുമാറാൻ കഴിയട്ടെ. സാറുവിളികളിൽ പോലും അഭിനമിക്കാതിരിക്കാനുള്ള മാനസിക വിശാലത എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തണം. അത്ര തന്നെ.